دماح الكفر بل بالهدي مخلصا مفيد الجدى والمنتقى المتربصا إمام أتى يا متقدما وعمام نفعا للبريات مخلصا في الكائنات معمما وبالعز والتمجيد كان مخصصا هو الشمس إلا أنه عم نوره هو الغيث إلا أنه الدهر قلصا عليه صلاة الله ثم سلامه صلاة ترقينا إلى ما تخصصا. ദിയാറുന മദീനയിലുള്ളത് ദിയാറും ചില വീടുകളാണ്. ലിമൻ ഒരാൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ഖദ്ബാത്ത ആ മനുഷ്യൻ ജീവിച്ചത് അർശല്ലി അർശി അള്ളാഹുവിൻ്റെ അർശിനും അർശായിട്ടാണ്. അർശിൻ്റെയും മേലെയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ്. അർശിനും അഭിമാനം ഞാൻ മുഹമ്മദിൻ്റെ മുകളിൽ ഉണ്ടല്ലോ ആയല്ലോ എന്ന സന്തോഷമാണ്. അപ്പോൾ അർശിന് എൻ്റെ മുകളിലൊരു മുഹമ്മദുണ്ട്. ഖൽഖിൽ അഷ്റഫ് ഞാനല്ല, എൻ്റെ മുകളിൽ ഒരാൾ, ഞാൻ മുഹമ്മദല്ല, മുഹമ്മദ് എന്നൊരാൾ വേറെ ഉണ്ടല്ലോ എന്ന സന്തോഷമാണ് സത്യത്തിൽ അർശിനും. അർശും താഴെയാണ്. എന്തുകൊണ്ട്? അർശിന് സൃഷ്ടിയല്ലേ, സൃഷ്ടിയിൽ അഷ്റഫ് അർശല്ല, മുഹമ്മദാണ്. മുഹമ്മദിൻ്റെ മേലെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൽഖിൽ ഇനി ഒരാളുമില്ല, ഒരാളുമില്ല, ഇനി ഒരാളും മുഹമ്മദ് എന്ന്. അതുകൊണ്ടാണത് മുഹമ്മദായത്. ഖൽഖ് മുഹമ്മദ്, പ്രശംസിക്കപ്പെടേണ്ട വ്യക്തി. ബാക്കിയൊന്നും മുഹമ്മദല്ല. നമ്മൾ മുഹമ്മദ് എന്ന് പേരിടും, അത് ഇത്തിബാഅൻ വതബറുകൻ ബിഇസ്മിഹി അഷ്റീഫ്, ഷറഫാക്കപ്പെട്ട ആ പേരിനോട് നമ്മൾ ഇത്തിബായി പേരിട്ടതാണ് നമ്മളെ വാപ്പ. വതബറുകൻ മുതബരികൻ, തബറുക്ക് എടുത്തതാണ്. ബിസ്മി ബിവളഇൽ ഇസ്മി, ബിവളഇ ഇസ്മി മുഹമ്മദിൻ അലാ വലദിഹി. ഒരു ബാപ്പ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടത്, വല്യപ്പ മുഹമ്മദ് എന്ന് പേരിട്ടത്, ഒരു ഉമ്മ മുഹമ്മദ് എന്ന് പേരിട്ടത്, ഒരു അമ്മാവൻ മുഹമ്മദ് എന്ന് പേരിട്ടത്, ആ ലോകം കണ്ട മുഹമ്മദ് എന്ന യഥാർത്ഥ മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം നാമം കൊണ്ട് മുതബരിക്കാണ്, ബർക്കത്തെടുത്തതാണ്. അത്രയേ ഉള്ളൂ. നമ്മൾ മുഹമ്മദ് അല്ല, മുഹമ്മദ് എന്നൊരാളേ ഉള്ളൂ ലോകത്ത്. അതാണ് മുസ്തഫ നബിയാണ്. അത് ബാത്ത അർശല്ലി അർശിഹി, അള്ളാഹിൻ്റെ അർശിനും അർശാണത്. അതിന് മേലെ ഇനി ഒന്നുമില്ല. ആരതിൻ്റെ മേലെ ഉണ്ടെന്ന് ഒരാൾ വിചാരിച്ചാലും, ഖൽഖിൽ ഒരാൾ മുഹമ്മദ് എന്ന ആളെ മേലുണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്, അവൻ മുഅ്മിനല്ല. എന്തുകൊണ്ട്? അത് പരിശുദ്ധ ദീനിൻ്റെ നസ്സാണ്, പരിശുദ്ധ ദീനിൻ്റെ ഹക്കായ കാര്യമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖാണ് എന്ന കാര്യത്തിൽ ഉമ്മത്ത് മുസ്ലിമത്തിന് യാതൊരു തർക്കവും ഇന്ന് ഈ സെക്കൻഡ് വരെയും ഇല്ല, ആർക്കും ഇല്ല, തർക്കമില്ല. അതാണ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹിൻ്റെ അർശിനും അർശായിട്ടാണ് ആ മനുഷ്യൻ ജീവിച്ചു പോയത് എന്നർത്ഥം. ബാത്തൊക്കെ അവിടെ രാപ്പാർത്തൊന്നല്ല, കഴിഞ്ഞുകൂടിയത് എന്നർത്ഥം. എന്നും എന്നും. സർമദൻ നഖ്സ, നഖ്സ് എന്നാണ് അവിടെ ആ അംസ് വെട്ടിക്കളയണം. ദിയാറുല്ലിമൻ ഖദ് ബാത അർശല്ലി അർശി വവാഫാ ബിഖംസിൻ ലൻ തുറാ സർമദൻ നഖ്സ. വവാഫാ ബിഖംസിൻ, അഞ്ച് വഖത്തിനെ പൂർത്തിയാക്കി വാങ്ങിപ്പോന്നു. വവാഫ ബിഖംസിൻ, പൂർത്തിയാക്കി, 5 കൊണ്ട് വാങ്ങിപ്പോന്നു. അർശ് സന്ദർശിച്ച ദിവസം 5 പൂർത്തിയാക്കി വാങ്ങിപ്പോന്നു. ലൻ തുറ സർമദൻ നഖ്സ, എന്നിട്ട് ലൻ തുറ, ആ 5നെ കാണപ്പെട്ടിട്ടില്ല. സർമദൻ, ഒരു കാലത്തും, നഖ്സൻ, ചുരുക്കിയതായിട്ട്. ഈ ഉമ്മത്ത് അതിൽ ഒരു വഖത്ത് പോലും ഈ സമയം വരെയും ചുരുക്കിയിട്ടില്ല. ഏതോ വ്യക്തി മടി കാരണം നിസ്കരിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഉമ്മത്ത് എക്കാലത്തും എന്ത് ചെയ്തിട്ടുണ്ട്? 5 നിസ്കരിച്ചിട്ടുണ്ട്. ഇത് ഈ ഉമ്മത്തിൻ്റെ ഒരു പ്രത്യേകതയുമാണ്. ഇത് ഇവിടെ എടുത്തു പറയാൻ കാരണം എന്താ? മറ്റു പല സമുദായങ്ങളും അവർക്ക് നിസ്കാരം ഉണ്ടായിരുന്നു, പക്ഷേ പിൽക്കാലത്തെ നിസ്കാരത്തെ അവർ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ മാറ്റിമറിച്ചു. എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കാരത്തിലോ ആ വുളൂഇലോ ഒന്നും ഒരു അല്പം പോലും ഈ ഉമ്മത്ത് ഇതുവരെയും മാറ്റിയില്ല. അങ്ങനെ തന്നെയാണ്.
നിസ്കാരം ഉണ്ടായിരുന്നു സയ്യിദുനാ ഇബ്രാഹിം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരമക്കളിൽ വലിയൊരു ജനതയ്ക്ക് ഇന്ന് നിസ്കാരമില്ല. അല്ലെങ്കിൽ ആ നിസ്കാരത്തെ അവർ മാറ്റിമറിച്ചു. ചില ശബ്ദങ്ങളുണ്ടാക്കി, ചില കരച്ചിലുകൾ, ചില പൊട്ടിത ഇല്ല മുക്ക അമോതസ്ദിയ, ചില ചെണ്ട കൊട്ടലുകൾ, ചില കരച്ചിലുകൾ. അതൊക്കെയാണ് അവരുടെ നിസ്കാരങ്ങൾ. മനസ്സിലായില്ലേ? യെറൂസലേമിലുണ്ട് ഒരു എന്താ പറയുക വെയിലിംഗ് വാൾ. എന്താ അവിടെ വന്ന് ജൂതന്മാർ കരയാണ് ചെയ്യുക. അവർ നിസ്കാരം കരച്ചിലാണ്, അങ്ങനെ കരയും. ആ വാളിൻ്റെ നേരെ നോക്കിയിട്ട് അവരങ്ങനെ കരയും. അവരുടെ ഇബാദത്ത്, അവരുടെ നിസ്കാരം എന്നത് ലോകരാജ്യങ്ങളിൽ നിന്ന് മുഴുവനും ജൂതന്മാർ എന്ന് പറഞ്ഞാൽ സയനിസ്റ്റുകൾ എന്ന് പറയാം. ജൂതന്മാർ, ഓർത്തഡോക്സ് ജൂതന്മാർ അങ്ങനെ ചെയ്യുന്നില്ല. സയനിസ്റ്റ് ജൂതന്മാർ അവിടെ പോയി കരയും. അവിടെ ആ വെയിലിംഗ് വാളിൻ്റെ അടുത്ത് വന്ന് അവരങ്ങനെ കരയും. അവരെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇന്ന് ആ കരച്ചിലാണ്. മനസ്സിലാവേണ്ട പറഞ്ഞത് വളരെ ചിന്തിക്കണം. അത് അവരാരുടെ പേരമക്കളാണ്. അവരുടെ വാദപ്രകാരം അവർ നബിയുള്ള ഇബ്രാഹിമിൻ്റെ പേരമക്കളാണ്. പക്ഷേ ഇബ്രാഹിമിനെ അല്ലാഹുമ്മ റബ്ബന, എങ്ങനെ ഇബ്രാഹിം നബി ദുആ, റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സറഅ ഇൻദ ബൈതികൽ മുഹറം റബ്ബന ലിയുഖീമുസ് സ്വലാ. നിസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ് അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞ് നിസ്കാരം നിലനിർത്താൻ വേണ്ടി ഇബ്രാഹിം നബി ഇസ്മായിലിനെയും ഭാര്യയും അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ കൊണ്ടാക്കിയത്. ഇന്ന് ആ ജനതക്ക് നിസ്കാരം ഇല്ല. മനസ്സിലായില്ലേ? ആ 5 വഖത്ത് നിസ്കാരത്തെ അള്ളാഹിൻ്റെ അർശിനും അർശായിട്ട് ഈ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. 5 വഖത്തിനെ പൂർത്തിയാക്കി വാങ്ങി. ലൻ തുറാ, ആ 5 കാണപ്പെട്ടിട്ടേ ഇല്ല സർമദൻ, ഒരു കാലത്തും നഖ്സ അതിനെ ഒഴിവാക്കിയതായിട്ട് ഒന്ന് ചുരുക്കിയിട്ടില്ല, ഇന്ന് വരെ ചുരുക്കിയിട്ടില്ല. ആ മദീനയിലേക്ക് എനിക്കൊന്ന് പോകണം. ആ മനുഷ്യന് വേണ്ടി വീടൊരുക്കി വെച്ച മദീനയാണത്. അങ്ങനെയല്ലേ? والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. എന്ന് അത് ബഹുമാനപ്പെട്ട ഹശർ അധ്യായത്തിൻ്റെ 9-10 ആയത്തുകളാണ്. വല്ലദീന തബവ്വഉ ദാറ, വീടൊരുക്കി വെച്ചു. അവർ വീടൊരുക്കി വെച്ചു. അത് മുഹമ്മദ് മുസ്തഫ എല്ലാ വീടും ഒരുക്കി വെച്ചു. ഏത് വീട്ടിലും റസൂലുള്ളാഹി ഹുറാണ്, എവിടെയും കയറാം, എവിടെയും താമസിക്കാം. അപ്പം എല്ലാവരും വീടൊരുക്കി വെച്ചു. എൻ്റെ വീട്ടിൽ വന്നെങ്കിൽ അതുകൊണ്ട് മദീനയിൽ അള്ളാഹുവിൻ്റെ ഹബീബ് അള്ളാഹുവിൻ്റെ തീരുമാനം ഒട്ടകത്തിലൂടെ നടപ്പിലാക്കി. കാരണം ഒട്ടകത്തിൻ്റെ കഴുത്തിലേക്ക് അവിടുന്ന് ആ കയറിട്ടു. എവിടെയാണ് ഒട്ടകം മുട്ടുകുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചത് അവിടെ മുട്ടുകുത്തിക്കോട്ടെ എന്നാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് മുട്ടുകുത്താൻ നബി പ്രേരിപ്പിച്ചില്ല. ഒട്ടകം വന്ന് അബൂ അയ്യൂബ് അൽ അൻസ്വാരിയുടെ വീട്ടുമുറ്റത്ത്. ചിന്തിക്കണം. അബൂ അയ്യൂബിൻ്റെ ചരിത്രമുണ്ട്. എന്താണ് അബൂ അയ്യൂബിൻ്റെ ചരിത്രം? അബൂ അയ്യൂബിൻ്റെ ചരിത്രം 1000 വർഷം മുമ്പ് തുബ്ബ രാജാവ് അതുവഴി യാത്ര ചെയ്യുമ്പോൾ ആണ് ആദ്യമായി മനുഷ്യസ്പർശം, മനുഷ്യൻ്റെ താമസം മദീനയിലുണ്ടാവുന്നത്. യഥരിബി എന്ന നാടിന് പേര് വന്നു. അന്നത് നാടല്ല, അന്നത് ചതുപ്പേരിയാണ്. 1000 വർഷം മുമ്പ് തുബ്ബ രാജാവ് അതിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ തുബ്ബിൻ്റെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാർ, 400ഓളം പണ്ഡിതന്മാർ, ഞങ്ങൾ ഇവിടെ നിന്ന് വരുന്നില്ല, ഇവിടെ ഞങ്ങൾക്ക് നുബുവത്ത് വാസനിക്കുന്നുണ്ട്. അവരെല്ലാം ദൈവിക സിദ്ധിയുള്ള വലിയ ജ്ഞാനികളായ പണ്ഡിതന്മാരായിരുന്നു. അവർ പറഞ്ഞു, ഇവിടെ
മഹ്ജറുൻ നബിയിൽ മബ്ഊസി ഫി ആഖിരി സമാൻ, ആഖിർ സമാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കുന്ന മഹാനായ നബിയുടെ മഹ്ജർ, ആ നബി ഹിജ്റ വരേണ്ട സ്ഥലം ഇതാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആ മനുഷ്യനെ സ്വീകരിക്കാനുള്ള ഒരു ജനതയ്ക്ക് വേണ്ടി പിതാക്കളാകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ 400 പണ്ഡിതന്മാർക്കും തുബ്ബായ രാജാവ് വീടുകൾ വെച്ചു കൊടുത്തു. അതിൽപ്പെട്ടൊരു വീടാണ് ആരുടേത്? അബൂ അയ്യൂബിന്. ഒരഭിപ്രായ പ്രകാരം ആ കൂട്ടത്തിലെ ഏറ്റവും മഹാനായ പണ്ഡിതൻ്റെ പേരക്കുട്ടിയാണ് ആര്? അബൂ അയ്യൂബ് അൻസാരി. അപ്പോൾ ആ വീട്ടുമുറ്റത്ത് തന്നെയും ആ വീട്ടുപടിക്കൽ തന്നെയും ഒട്ടകം മുട്ടുകുത്തി. എല്ലാ ആളുകളും എൻ്റെ വീട്ടിൽ എന്ന് വിചാരിച്ചിരുന്നു. എല്ലാവർക്കും നബിയെ കിട്ടേണ്ടത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ബാത്ത് അർശല്ലേ, അർശി അത്ര വലിയ ആളല്ലേ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണം. അപ്പം ആ എല്ലാവരും ഒരുക്കി വെച്ച റസൂലുള്ളാഹിനെ കിട്ടിയെങ്കിൽ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ഒരു പൂർത്തീകരണമാണ്. അതാ റസൂലുള്ളാഹ്. ഒരു കമ്മി ഉണ്ടാവില്ല. അതാണ് എന്താണോ മനുഷ്യന് ആവശ്യം അതിൻ്റെ പൂർത്തീകരണം. മനുഷ്യൻ എന്താ ആവശ്യം? എന്താ മനുഷ്യനാവശ്യം? എന്തിനാ റസൂലുള്ളാഹ് വന്നത്? മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. അള്ളാഹിൻ്റെ ഉദ്ദേശം അതാണ്, മനുഷ്യനെ രക്ഷിക്കലാണ്. മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി റസൂലുള്ളാഹ് വന്നത്, അല്ലാതെ അള്ളാഹ് കുറച്ച് നിസ്കാരം വാങ്ങി കൊടുക്കാനല്ല. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് വലിയ രണ്ടാം കാര്യത്തെ നമ്മൾ ഒന്നാം കാര്യമാക്കണം, ഒന്നാം കാര്യത്തെ നമ്മൾ രണ്ടാം കാര്യമാക്കണം. എന്തിനാണ് നബി വന്നത്? മനുഷ്യരെ രക്ഷപ്പെടുത്താൻ വന്നത്. മനുഷ്യരെ രക്ഷപ്പെടുത്തുക എവിടെ? ദുനിയാവിലും ആഖിറത്ത്. മനുഷ്യന് ആദ്യമാണ് മനുഷ്യന് വഴികേട്ട ദുനിയാവിൽ ആഖിറ. എന്നാ വന്നത് അള്ളാഹുവിനെ കിട്ടേണ്ട കുറച്ച് അമലുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് മിൻ ഇൻദി നഫ്സിഹി അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹ്താജല്ല. ഇനി മനുഷ്യനോട് അള്ളാഹു തആല ഒരു കാര്യം കൽപ്പിക്കുന്നതാണെങ്കിൽ പോലും അത് മനുഷ്യൻ്റെ ഉപകാരമാണ്, ആരുടെ ഉപകാരമല്ല? അള്ളാഹുവിൻ്റെ ഉപകാരമല്ല. അപ്പോൾ ഇവിടെയൊക്കെ രക്ഷ മനുഷ്യനാണ്. എന്തിനാണ് നബി വന്നത്? നബി മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാണ്, അല്ലാതെ അള്ളാഹു തആലക്ക് കുറച്ച് നിസ്കാരം നോമ്പ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി വന്നതല്ല. എന്തുകൊണ്ട്? അള്ളാഹു നിസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും മുഹ്താജല്ല. അത് അള്ളാഹു കൽപ്പിക്കുന്നത് തന്നെ ആർക്ക് വേണ്ടിയാണ്? മനുഷ്യന് വേണ്ടിയാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവും. വളരെ ചിന്തിക്കണം ഈ പറയണത്. നിസ്കാരം ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാ, എല്ലാ വൃത്തികേടുകളെയും നിയന്ത്രിക്കാൻ എന്തിനു കഴിയും? നിസ്കാരത്തിന്. വൃത്തികേടുകൾ മനുഷ്യനെ അമാന്യനാക്കും, അമാന്യത്വം മനുഷ്യനെ മൃഗമാക്കും. ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ. എന്തിനാ നിസ്കരിക്കണം? നിസ്കരിക്കണം അതിൻ്റെ ലാഭം 100% ലാഭം മനുഷ്യനാണ്. 99% അല്ല 99% മനുഷ്യനും 1% ലാഭം അള്ളാഹ്ക്ക് വേണ്ടി എന്ന് വിചാരിച്ചാൽ ജിഗോഫ്രാവും. അതിൽ 100% ലാഭം ആർക്കാണ്? മനുഷ്യനാണ്. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് അള്ളാഹ് നബി വന്നത്? മനുഷ്യർക്ക് വേണ്ടി വന്നത്. അള്ളാഹ്ക്കൊരു ലാഭം ഇല്ല. അപ്പോൾ അള്ളാഹു കൽപ്പിച്ചിട്ടില്ലേ? കൽപ്പിച്ചു. അപ്പോൾ അള്ളാഹ് മുഹ്താജല്ല, മുഹ്താജ് മനുഷ്യനാണ്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അങ്ങനെ അവിടെ വളരെ ചിന്തിക്കണം. മനുഷ്യന് വേണ്ടിയാണ് നബി വന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. മനുഷ്യർക്ക് വേണ്ടി വന്നതാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞു. വളരെ നമ്മളിത് ചിന്തിക്കണം. മനുഷ്യർക്ക് വേണ്ടി വന്നതാണ്. ചിന്തിക്കും. നബി കൊണ്ടുവന്നതെല്ലാം നമ്മൾ എടുക്കണം എന്ന ആയത്തില്ലേ? അതെ, നബി എന്താണ് കൊണ്ടുവന്നത്? നിനക്ക് വേണ്ടിയുള്ളതാണ് കൊണ്ടുവന്നത്, അല്ലാതെ അള്ളാഹ്ക്ക് വേണ്ടിയുള്ളതല്ല. മനുഷ്യർക്ക് ആവശ്യമുള്ളത് നബി കൊണ്ടുവന്നു. ഒരു വീട്ടിലേക്കുള്ള മരുന്ന് ഒരാൾ കൊണ്ടുവന്നു. ഒരു വീട്ടിലേക്കുള്ള മരുന്ന് ഒരാൾ കൊണ്ട്, ആ വീട്ടിലെ ബാപ്പാക്കും ഉമ്മാക്കുള്ള മരുന്നൊരാൾ കൊണ്ടുവന്ന് സങ്കല്പിക്കുക. ഒരു വീട്ടിലേക്കുള്ള മരുന്നൊരാൾ കൊണ്ടുവന്നു. അപ്പോൾ ആ മരുന്ന് നമ്മൾ കുടിക്കുന്നു. ലാഭാർക്ക് തന്നെ
വീട്ടിലേക്കുള്ള മരുന്നൊരാൾ കൊണ്ടുവന്നു. ആ മരുന്ന് കുടിക്കണം കേട്ടോ എന്ന് അയാൾ കൽപ്പിക്കുകയും ചെയ്തു. ആ മരുന്ന് കുടിക്കൊണ്ട് ലാഭം, പാപ്പാക്കുള്ള മരുന്ന് ഉമ്മാക്കുള്ള മരുന്ന് ഒരാൾ കൊണ്ടുവന്നു. അത് കൃത്യമായി കുടിക്കണേന്നും പറഞ്ഞു. ലാഭമായിരിക്ക കുടിക്കുന്നവർക്ക് തന്നെ. അങ്ങനെ മനസ്സിലാക്കണ്ടുള്ളൂ. നമ്മളത് ചെയ്താത്തതുകൊണ്ട് നബിക്കൊരു നഷ്ടമില്ല. നബി അള്ളാഹുവിൻ്റെ റസൂൽ എന്ന നിലയിൽ എന്തിനേക്കാളും മേലുള്ള ആളാണ്. നിങ്ങളാരും കുടിച്ചിട്ടില്ലെങ്കിലും നബിക്ക് നഷ്ടമില്ല. എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോർ. ശൈഖിന് വരെ നഷ്ടമല്ല, പിന്നെ എങ്ങനെയാ റസൂലുണ്ടാവും? എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോർ. അപ്പം മുരീദ് നന്നായിട്ടില്ലെങ്കിൽ നഷ്ടം ആർക്ക് തന്നെയാണ്? മുരീദ്. അതുകൊണ്ട് ശൈഖിനൊരു കുഴപ്പമില്ല. എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. അപ്പം മുരീദ് നന്നായിട്ടില്ലെങ്കിൽ നഷ്ടം മുരീദിന് തന്നെ. ശൈഖിനൊരു കമ്മിയും വരില്ല. ഉമ്മത്ത് നന്നായിട്ടില്ലെങ്കിൽ റസൂലുള്ളാഹിക്ക് നഷ്ടം വരില്ല. നഷ്ടം സൃഷ്ടികളിൽ നിന്ന് ഒരു നഷ്ടം വരുന്നതിന് എൻ്റെയും അപ്പുറത്താണ് മുഹമ്മദ്. അള്ളാഹുവിൽ നിന്ന് ആ മനുഷ്യൻ നഷ്ടോട്ടില്ലേനും. സൃഷ്ടികൾ എന്ത് നഷ്ടം വരുത്തിയാലും ആ മനുഷ്യൻ അതിൻ്റെ അപ്പുറത്താണ്. ഒരു വെണ്ണക്കല്ലിൻ്റെ മുകളിലേക്കും ഒരു സാധാരണ പാറക്കല്ലിൻ്റെ മുകളിലേക്കും വെള്ളമൊഴിക്കും വ്യത്യാസമുണ്ട്. സാധാരണ പാറക്കല്ലിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചാൽ അത് നനവെങ്കിലും നിൽക്കും. വെണ്ണക്കല്ലാണെങ്കിലോ അത് വെള്ളത്തെ സ്വീകരിക്കുന്നില്ലേ. അപ്പോൾ ഈ ലോകത്തെ ആര് വിമർശിച്ചാലും റസൂലുള്ളാഹിക്ക് പ്രശ്നമില്ല. റസൂലുള്ള വിമർശനത്തിൽ വെണ്ണക്കല്ലാണ്. അതൊന്നും അതിൻ്റെ മേലെ ഒരു പൊടി പോലും തട്ടില്ല. മനസ്സിലാകൊണ്ട് പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കണം. സൃഷ്ടികളിൽ നിന്ന് ഒരു നഷ്ടം റസൂലുള്ളാഹിക്ക് കേൾക്കൂല. സൃഷ്ടികളാകെ മോശമായാലും നബിക്കൊന്നും വരാൻ പോണില്ല. ഉമ്മത്താകെ മോശമായാലും റസൂലുള്ളാഹിക്ക് ഒന്നും വരാൻ പോണില്ല. അള്ളാഹുവിൽ നിന്ന് റസൂലുള്ളാഹിക്ക് നഷ്ടം വന്നിട്ടുമില്ല. അതുകൊണ്ടാണ് അൽ കാമിൽ എന്ന റസൂലുള്ളാഹിക്ക് പേരുണ്ടായത്. റസൂലുള്ളാഹിക്ക് പേരാണ് അൽ കാമിൽ, നിറഞ്ഞവൻ. അതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിയാറുൻ ലിമൻ ഖദ് ബാത അർശൽ ലിഅർശിഹി വവാഫാ ബിഖംസിൻ ലൻ തുറാ സർമദൻ നഖ്സാ. അത് ഈ മനുഷ്യൻ്റെ പ്രത്യേകതയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒക്കെ കൃത്യാണ് എന്ന്. യാ അല്ലാഹ് യാ അല്ലാഹ്. وعفير خدي بالربوع ربوعي وأسقي بماء الشين تربات من خصا. വഅഫിറു ഖദ്ദി, എൻ്റെ കവിളിനെ ഞാൻ, എന്താണ് ഞാൻ മദീനയിൽ പോയിട്ട് എനിക്ക് ചെയ്യാനുള്ളത്? വഅഫിറു ഖദ്ദി, എൻ്റെ കവിളിനെ ഞാൻ മണ്ണ് പുരട്ടും. ആ നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ മണ്ണിൻ്റെ മണ്ണ് കൊണ്ട്, അവിടുത്തെ ആ ഖബറിൻ്റെ മണ്ണ് കൊണ്ട് ഞാൻ എൻ്റെ കവിളത്തെ ആ ഖബറിൻ്റെ മണ്ണെന്ന് വെക്കും. അവിടുത്തെ ആ മണ്ണുണ്ട്, ആ ഖബറിൻ്റെ മണ്ണുണ്ടല്ലോ, ആ മണ്ണ് കൊണ്ട്, ആ ഖബറിൻ അവിടുത്തെ ഖബറാകുന്ന മണ്ണിൻ്റെ മണ്ണ് കൊണ്ട് ഞാൻ എൻ്റെ കവിളത്ത് അന്ന് പുരട്ടും. അതിനാണ് ഞാൻ മദീനയിൽ പോകുന്നത്. ഞാൻ കണ്ണുനീരിൻ്റെ വെള്ളം കൊണ്ട് കുടിക്കുകയും ചെയ്യും. ഏതാണ് കണ്ണുനീരിൻ്റെ വെള്ളം? തുർബത്ത മനഹസ, പ്രത്യേകമാക്കപ്പെട്ട ഒരാളുടെ മണ്ണാണത്. ഏതാണ് ആൾ? അത് ഫാത്തിമയാണ്. റളിയല്ലാഹു. ഫാത്തിമ എപ്പോഴും ചെയ്യാറുള്ളത് എന്താണ്? അവിടെ പോയി കരയും. ഏത്? ആ ഖബറിൻ്റെ അടുത്ത്, ആ മണ്ണ്. മനസ്സിലായില്ലേ? ആ ഫാത്തിമ കരഞ്ഞ ആ റളിയല്ലാഹു അൻഹ, ആ പ്രത്യേകമാക്കപ്പെട്ട ആ ഫാത്തിമ, അവർ കരഞ്ഞ ഒരു മണ്ണുണ്ടല്ലോ, ആ മണ്ണ് കൊണ്ട് ഞാൻ എന്ത്? വഅഫിറു ഖദ്ദി, ഞാൻ എൻ്റെ കവിളത്തൊന്ന് പുരട്ടും. സല്ലല്ലാഹു അലൈഹി വസല്ലം. കവി ഇത് ആഗ്രഹിക്കുന്നത് 1300 കഴിഞ്ഞിട്ടാണ്. മനസ്സിലായില്ലേ അവിടെ ഉദ്ദേശിക്കുന്നത്? ആ മണ്ണ് പോയാൽ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും. മനസ്സിലായാലും അതിനാണ് ഞാൻ പോകുന്നത് അതിനാണ്. കവി വിചാരിക്കുന്ന കാലത്ത് അവർക്ക് അപ്പോഴൊക്കെ മാറ്റങ്ങൾ ഒരുപാട് വന്നു പോയിട്ടുണ്ട്, ഉണ്ടാവും. കാരണം 924 ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം 924 എന്ത് ചെയ്യുന്നത്? പൂർണ്ണമായും എന്താ പറയുക, പൂർണ്ണമായും എന്ത് ചെയ്യുന്നത്? വഹാബിസത്തിന്
കയറ്റമുണ്ടാവുന്നത്. ഹിജാസ് മൊത്തം 1918 എന്താ പറയുക, ഫസ്റ്റ് വേൾഡ് വാർ അവസാനിച്ചു. വേൾഡ് വാർ അവസാനിച്ച് 18. പിന്നെ 24 എന്തുണ്ടാവുന്നത്, സൗദിയത്ത് വഹാബിയത്തിൻ്റെ ഒരു ആരോഹണം, ഒരു വളർച്ച വരുന്നത് അവിടെ. നേരത്തെ ഉണ്ടെങ്കിലും അറബ് റിവോൾട്ടിൻ്റെ പിന്നിലൊക്കെ അവരുണ്ടെങ്കിൽ പോലും അറബ് റിവോൾട്ട് സത്യത്തിൽ വന്നത് നാട്ടുരാജാക്കന്മാരും പിന്നെ തുർക്കിയും തമ്മിലാണ്. അതിൽ തുർക്കി തോൽക്കുകയും അറബ് റിവോൾട്ടിൽ പങ്കെടുത്ത നാട്ടുരാജാക്കന്മാർ ജയിക്കുകയും ചെയ്തു. ആ നാട്ടുരാജാക്കന്മാരോട് യുദ്ധം ചെയ്തു. പിന്നെ വഹാബികൾ അവർ 24 കയറി. 32 മംലക്കത്തുൽ അറബിയത്ത് സൗദിയെ സ്ഥാപിക്കുന്നത്. കവി ജനിക്കുന്നത് 1900 അപ്പോൾ ഇതൊക്കെ ഏകദേശം ഒരു 950 ഒക്കെ കാലത്ത് എഴുതിയതായിരിക്കാം. അപ്പോഴത്തേന് അവിടെ പൂർണ്ണമായ മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും മനക്കോട്ടയിൽ എന്തും ആഗ്രഹിക്കാം, മനസ്സുകൊണ്ട് ആഗ്രഹിക്കാം. ഇന്നിപ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാം, എനിക്ക് ആ ഫാത്തിമ ബീവിയുടെ മണ്ണ് കൊണ്ട് എൻ്റെ കവളത്തൊന്ന് വെക്കാൻ വേണ്ടി ഞാൻ പോകുകയാണെന്ന് പറയാം. ഇന്ന് അങ്ങനത്തെ ഒരു മണ്ണ് അവിടെ കിട്ടാനില്ല. എങ്കിലും അങ്ങനത്തെ അറ്റ്മോസ്ഫിയർ, മനസ്സിലായില്ലേ പറഞ്ഞത്? അതിനൊന്നും അതൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ. മനസ്സിലായോ പറഞ്ഞത് എന്ന്? കാലങ്ങൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഒരു കാലത്ത് റൗളയിലേക്ക് പ്രവേശിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വഹാബിസത്തിൻ്റെ 2ാം കയറ്റത്തോടു കൂടിയാണ് പൂർണ്ണമായി എല്ലാം നശിപ്പിക്കപ്പെട്ടത്. 1ാം കാലത്ത് 1803 മുതൽ വഹാബിസത്തിന് കയറ്റമുണ്ടായി. 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ 1803 മുതൽ. പക്ഷെ തുർക്കി അതിനെ മറികടന്നു. 1813 പൂർണ്ണമായി തുർക്കി അവരെ പുറത്താക്കി. തുർക്കി പൂർണ്ണമായും അവരെ പുറത്താക്കി. തുർക്കി അന്ന് വലിയ പ്രശ്നത്തിലായൊരു സമയമായിരുന്നു. പക്ഷേ അവരെ പുറത്താക്കി, പൂർണ്ണമായും പുറത്താക്കി. 1813 മുഹമ്മദ് അലി പാഷയുടെ നേതൃത്വത്തിൽ പുറത്താക്കി. പിന്നീട് അവർക്ക് 2ാമത്തെ കയറ്റം വരുന്നത് 1900 ഒരു നിലക്ക് പറഞ്ഞാൽ 1902 1900 കവി ജനിക്കുന്നത്. 1975 കവി മരിക്കുന്നത്. ഷെയ്ഖ് ഇബ്രാഹിം നിയാസിൽ കൗലഖി റളിയല്ലാഹു അൻഹു. അപ്പോൾ അന്ന് ഈ സാഹചര്യങ്ങളൊക്കെ ഒന്നും അവിടെ ഇല്ല, ഒക്കെ തകർക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അത് ആഗ്രഹിക്കാലോ, ആഗ്രഹിച്ചു. ഞാൻ കുടിക്കുകയും ചെയ്യും ബിമാ ഇഷൈനി, ആ കണ്ണുനീരിൻ്റെ വെള്ളം കൊണ്ട്. ഷെയ്നിന് അവിടെ അർത്ഥം കണ്ണുനീരെന്നാണ്. തുർബത്ത മൻഹസ്സ, എവിടെയുള്ള തുർബത്ത മൻഹസ്സ, പ്രത്യേകമാക്കപ്പെട്ട ഒരാളുടെ മണ്ണിലുള്ള ആ കണ്ണുനീര്. പ്രത്യേകമാക്കപ്പെട്ട ആൾ ഫാത്തിമ ബീവിയ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൻ്റെ അടുത്ത് പോയി അങ്ങനെ കരയും. അവിടെ പോയി കരയും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അപ്പോൾ ആ കണ്ണുനീരങ്ങനെ വീണ്ടും അവിടെ 29ാമത്തെ വയസ്സിൽ വഫാത്തായി. ഷഹീദത്തുൽ ഇഷ്ഖാണ്, പ്രേമത്തിൻ്റെ രക്തസാക്ഷിയാണ്. ആര്? ഫാത്തിമ. പ്രേമത്തിൻ്റെ രക്തസാക്ഷിയാണ്. ഉപ്പാനോട് ഭയങ്കര പ്രേമ. വഫാത്തായിട്ട് 6ാമത്തെ മാസം ഫാത്തിമ ബീവി വഫാത്തായി. അപ്പോൾ അവിടെ പോയി അങ്ങനെ കരയും. പ്രത്യേകമാക്കപ്പെട്ട ഒരാളുടെ മണ്ണാണത്. ആ പ്രത്യേകമാക്കപ്പെട്ട ആൾ, ആ മണ്ണിലുള്ള വെള്ളം, ആ മണ്ണിലുള്ള കണ്ണുനീരിൻ്റെ വെള്ളം. ആ കണ്ണുനീർ വീണത് 1300 കൊല്ലങ്ങൾക്ക് മുമ്പാണ്, അല്ലെങ്കിൽ 1400ഓളം കൊല്ലങ്ങൾക്ക് മുമ്പാണ് ആ കണ്ണുനീർ അവിടെ വീഴുന്നത്. ആ കണ്ണുനീരിൻ്റെ വെള്ളം കുടിക്കാനാണ് ഇപ്പോൾ കവി ഉദിക്കുന്നത്. അതൊക്കെ കവിയുടെ കാൽപ്പനികത്വമാണ്. കാൽപ്പനികത്വത്തിന് അവസാനമില്ല.
മനസ്സിലായില്ല. ഈ കാൽപ്പനിക രഥ്യകൾക്ക് അവസാനം ഉണ്ടാവില്ല. കാൽപ്പനികം എന്ന് ഇതിന് അവസാനമില്ല. സാഹിത്യകാരന്മാരുടെ ശൈലിയാണ്. അത് കാൽപ്പനികത്വമാണ്. വാതിൽ തുറക്കൂ നീ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ എന്ന് യൂസഫ് അലി കേച്ചേരിയുടെ ഒരു പാട്ടിനെ പറ്റി ഞാൻ നിങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു പാട്ടുണ്ട്, വാതിൽ തുറക്കൂ നീ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ എന്ന് യൂസഫ് അലി ആ കവിത ആ പാട്ട് എഴുതുന്നത്. കേരളത്തിൽ ക്രിസ്ത്യൻ ചർച്ചുകളിൽ ഏറ്റവും കൂടുതൽ ആലപിക്കപ്പെടുന്ന പാട്ട് ഒരു മുസ്ലിം എഴുതിയതാണ്. അത് യൂസഫ് അലി കച്ചേരിയുടെ പാട്ടാണ്. വാതിൽ തുറക്കുന്ന ഈ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ എന്നാണ് ഈ പാട്ട്. 1970-കളിലായിരിക്കും യൂസഫ് അലി അത് എഴുതുന്നത് എൻ്റെ ഓർമ്മ. അവിടെ വാതിൽ തുറക്കുന്ന ഈ കാലമേ എന്ന് പറയുന്നത് കവി കാലത്തോട് പറയാണ്. കാലം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും വാതിലടച്ച് പോകുന്നത്. അപ്പം നീ കഴിഞ്ഞു പോയ കാലത്തോട് പറയാണ്, കാലമേ നീ ഒന്ന് വാതിൽ തുറക്ക്. കണ്ടോട്ടെ സ്നേഹസ്വരൂപൻ എന്ന് പറഞ്ഞാൽ 360 ചില്ലാനം വാതിലുകൾ തുറന്നാൽ ഒരു കൊല്ലായി. വീണ്ടും ഒരു 360 ചില്ലാനം വാതിൽ തുറന്നാൽ 2 കൊല്ലായി. അങ്ങനെ 2000 ചില്ലാനം കൊല്ലത്തെ 2000-ഓളം കൊല്ലത്തെ 360 ചില്ലാനം ഓരോ കൊല്ലത്തെയും വാതിൽ തുറപ്പിക്കാൻ ആവശ്യപ്പെടാണ് ആര്? കവി. കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ. ആരാണ് ആ സ്നേഹസ്വരൂപൻ? യേശു. മനസ്സിലാണ്ട് പറഞ്ഞത്? അത് കവിയുടെ കാൽപ്പനികത്വം. കാൽപ്പനിക രഥ്യകൾക്ക് അവസാനമില്ല. മനസ്സിലാണ്ട് പറഞ്ഞത്? അത് ഈ കവിയുടെ അങ്ങനെയാണ്. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്ന് ഒരു വരിയുണ്ട്. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ. അപ്പം താമരയിലാണ് അവൾ നിൽക്കുന്നത്, താമരയിലാണ് അവൾ താമസിക്കുന്നത്. താമരയിലൊക്കെ താമസിക്കാൻ കഴിയുമോ? ഇല്ല. അത് കവിയുടെ കാൽപ്പനികത്വം. അതുകൊണ്ട് കവി എന്താ ഉദ്ദേശിക്കുന്നത്? താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്ന് പറയുന്നതോട് കവി എന്താ ഉദ്ദേശിക്കുക? താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്ന് പറയുമ്പോൾ കവി ഉദ്ദേശിക്കുന്നത് അഴകാണ്. ആരുടെ? അത്രയും അവൾ സുന്ദരിയാണ്. അവളെ വീടിൻ്റെ ചുമര് പോലും താമരയാണെങ്കിൽ അവളുടെ സൗന്ദര്യം എത്ര! ഇന്നിപ്പോൾ ഏത് സുന്ദരി താമസിക്കുന്ന വീടും പരിക്കനായിരിക്കും. പക്ഷെ ഇവൾ താമരപ്പൂവിലാണ് താമസിക്കുന്നത്. അപ്പം അവിടെ അഴകിനെ ഉദ്ദേശിക്കുന്നത്. ഞാൻ വാസ്കബി മാഇഷൈനി തുർബത്ത മനഹുസ, ആ കണ്ണുനീരിൻ്റെ വെള്ളം ഞാനെന്ന് കുടിച്ചോട്ടെ എന്ന് പറയുന്നതുകൊണ്ട് കാൽപ്പനികത്വമാണത്. കവി ഉദ്ദേശിക്കുന്നത് ദുഃഖാണ്. മനസ്സിലായില്ല? 1300 കൊല്ലങ്ങൾക്കപ്പുറം വീണ ആ കണ്ണുനീരിൻ്റെ മണ്ണ് എനിക്ക് ഭാവനയെങ്കിലും ഇവിടെ ആയിരിക്കുമല്ലോ ആ കണ്ണുനീർ വീണത് എന്ന്. അപ്പം മനസ്സുകൊണ്ട് കുടിക്കാം. മനസ്സിനെന്ന് പറഞ്ഞാൽ അവസാനമില്ല. മനസ്സിൻ്റെ എന്താ മനസ്സ്? മനസ്സിന് എന്ന് പറഞ്ഞാൽ മനസ്സിന് അവസാനമില്ല. ചിറകില്ലാതെ പറക്കുന്ന പക്ഷിയാണ് മനസ്സ്. ചിറക് വേണ്ട. എനിക്കൊന്നുമില്ല. ചിറകില്ലാതെ അതിന് പറക്കാൻ പറയും. അതിന് തൂവലില്ലാത്ത ചിറകുകളുണ്ട്. ചിറകില്ലാതെ വേണമെങ്കിൽ പറക്കാനും കഴിയും. തൂവലില്ലാത്തൊരു ചിറകുണ്ടാവില്ലല്ലോ. പക്ഷെ തൂവലില്ലാത്ത ചിറകുമുണ്ട്. തൂവലില്ലാത്ത ചിറകാണ് മനസ്സിൻ്റെ ചിറക്. തൂവലില്ലാതെ പറക്കുന്ന ചിറകുകൾ അത് ഔലിയാക്കന്മാരെ ചിറകുകളാണ്. ഇലാ മലക്കൂത്തി റബ്ബിൽ ആലമീൻ. അസിർബൽ ഖതാഹൽ മൻ യുഇറു ജനാഹഹു ലഅല്ലി ഇലാ മൻ ഖദ് ഹവൈതു അത്വീറു. അസിർബൽ ഖതാ, മാടപ്പക്ഷികളുടെ കൂട്ടമേ, ഹൽ മൻ യുഇറു ജനാഹഹു, നിങ്ങളിൽ ആരാണ് അവരുടെ ചിറക് എനിക്കൊന്ന് കടം തരുക? സിർബൽ ഖതാഹൽ മൻ യുഇറു ജനാഹഹു ലഅല്ലി ഇലാ മൻ ഖദ് ഹവൈതു അത്വീറു. എന്താണ് ആ കവിതൻ്റെ അർത്ഥം?
അസിർബൽ ഖതാ ഹൽ മൻ യുഇറു ജനാഹഹു. അസിർബൽ ഖതാ, മാടപ്പക്ഷികളുടെ കൂട്ടമേ, ഹൽ മൻ യുഇറു ജനാഹഹു, നിങ്ങളിൽ ആരെങ്കിലും എനിക്ക് ആ ചിറകൊന്ന് കടം തരുമോ? ലഅല്ലി അതീർ, എനിക്ക് പറക്കാൻ. ഇലാമൻ, ഒരാളിലേക്ക് ഹവൈത്തു, അയാളെ എനിക്ക് പ്രേമമാണ്. അപ്പം ഞാൻ പ്രേമിക്കുന്നൊരു പെണ്ണ് ഇന്നാലിൻ്റെ നാട്ടിലുണ്ട്, അവളിലേക്ക് എനിക്കൊന്ന് പെട്ടെന്ന് എത്താൻ നിങ്ങളുടെ ചിറക് കടം തരണം. നിങ്ങൾ ആരെങ്കിലും. അതൊക്കെ മനസ്സിൻ്റെ കാൽപ്പനികത്വങ്ങളാണ്. മനസ്സിലാവുന്നവർ അതിൽ അവിടെ കവി എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ എന്താ പെട്ടെന്ന് എൻ്റെ കാമുകിയുടെ സാമീപ്യം വേണം. പെട്ടെന്നാണ് കവിക്ക് കാമുകിയെ ഓർമ്മ വന്നത്. ഒരു സെക്കൻഡാണ് അവൾ അടുത്തെത്തണം. അതിന് കവിക്ക് മാർഗമില്ല. അപ്പോഴാണ് മാടപ്പക്ഷികൾ പോണേണ്ടത്. അപ്പോൾ ചോദിച്ചു, നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ആ ചിറകൊന്ന് കടം തരുമോ? അപ്പോൾ 1300 കവിയുടെ കാലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ 1300-400 കൊല്ലം മുമ്പ് ഫാത്തിമ ബീവിയുടെ കണ്ണുനീര് വീണ ആ മണ്ണ് എനിക്കൊന്ന്, ആ മണ്ണിലെ വെള്ളം, അപ്പോൾ മണ്ണിൽ ഇപ്പോൾ വെള്ളം വീണിട്ടേ ഉള്ളൂ, ഞാൻ അത് പിഴിഞ്ഞെടുത്ത് കുടിക്കണം. അപ്പോൾ കവിയുടെ കണ്ണിൽ ഫാത്തിമ ഇപ്പോഴും കരി തന്നെയാണ്. നിങ്ങളെൻ്റെ കൂടെയില്ല. ശനി, ആ കണ്ണുനീരിൻ്റെ വെള്ളം എനിക്കൊന്ന് കുടിക്കണം. അപ്പോൾ കവിയുടെ ഭാവനയിൽ വാതിൽ തുറക്കുന്ന ഈ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപൻ എന്ന് പറയും പോലെ കവി കാലത്തിൻ്റെ വാതിൽ തുറപ്പിച്ച് നോക്കുമ്പോൾ അവിടെ പാരുണ്ട്, ഫാത്തിമ ഉണ്ട്. ഇപ്പോഴും ഫാത്തിമ കരയ. ഏതാണ് ആ സ്ഥലം? റസൂലുള്ളാഹി മറവ് ചെയ്യപ്പെട്ട സ്ഥലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ തിരിച്ച് സ്വഹാബികൾ റസൂലുള്ളാഹിനെ മറവ് ചെയ്ത് വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മണ്ണ് വാരിടാൻ? വാരിടാൻ കഴിഞ്ഞു? മണ്ണ് വാരിടാൻ കഴിഞ്ഞു? നിങ്ങൾക്ക് അങ്ങനെ മണ്ണ് വാരിടാൻ കഴിഞ്ഞു? അത് ആ പൂമേനിയുടെ മുകളിൽ നിങ്ങൾക്ക് മണ്ണിടാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? എന്ന് ചോദിക്കാം. ഫാത്തിമ ഖബർ മറവ് ചെയ്തു തിരിച്ചു വരുന്ന സ്വഹാബികളോട് ചോദിക്കുക, ഒക്കെ എങ്ങനെയാണ് കഴിഞ്ഞു? റസൂലുള്ളാഹിന്റെ മേൽ ഞങ്ങൾ മണ്ണിട്ടു, എങ്ങനെ കഴിഞ്ഞ്? മണ്ണിടുക എന്നുള്ളത് അത്യാവശ്യമാണ്. പക്ഷെ ആ സ്നേഹം ഭയങ്കര സ്നേഹമാണ്. നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? റസൂലുള്ളാഹിന്റെ മേലെ മണ്ണിടാൻ കഴിഞ്ഞു നിങ്ങൾക്ക്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഫാത്തിമ. ആ ഫാത്തിമ പിന്നെ ആ മണ്ണിൻ്റെ അടുത്ത് പോയി കാര്യം എന്നുള്ള ഉറപ്പാണ്. എന്ന് അപ്പോൾ ആ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ കണ്ണുനീർ വീണ ആ മണ്ണ് എൻ്റെ കവിളിലൊന്ന് വെക്കണം എനിക്ക്. വഅഫിറു ഹദ്ദി, മണ്ണ് പുരട്ടുക. ഹദ്ദി എൻ്റെ കവിളിനെ. റുബൂഇ, അവിടുത്തെ ആ ഖബറിൻ്റെ മണ്ണിലെ മണ്ണ് കൊണ്ട് എൻ്റെ കവിളത്ത് വെക്കണം. വഅഫിറു ഹദ്ദി ബിറുബൂഇ റുബൂഇഹി وأسقي بماء الشين تربة من غصا أو خصا تربة من غصا. പ്രത്യേകമാക്കപ്പെട്ട വ്യക്തിയുടെ കണ്ണുനീര് വീണ ആ മണ്ണ്. وأعفير خدي بالربوع ربوعي وأسقي بماء الشين تربة من غصا وأخبره ما قد لقيت من اللسا.
ഉഖ്ബിറു, എന്നിട്ട് എനിക്ക് നബിയോട് പറയണം, മാ ഖദ് ലഖീതു, ഞാൻ അഭിമുഖീകരിച്ചതെല്ലാം മിനൽ അസാ, വേദനകളാൽ. വഇൻകാന ലം യഹ്തജ്, അപ്പം തന്നെ പറഞ്ഞു, വഇൻകാന ലം തഹ്തജ് ഇലാ ദിക്രി, ഈ നബിയോട് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലെങ്കിൽ പോലും, നസ്സ, ഒരു കാര്യം വ്യക്തമാക്കി പറയേണ്ട ആവശ്യം നബിയോടില്ല, എന്നാലും എനിക്കതൊന്ന് പറയണം. കാരണം അടിമകളുടെ എല്ലാ കാര്യവും അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന ആളാണ് ആര്? മുഹമ്മദ്. നബിയോട് പറയേണ്ട ഒന്നുമില്ല. ഭയങ്കര വാർത്ത. എന്താ ഞങ്ങളോട് പറഞ്ഞില്ലേ, ഒരു വരി ഇതുപോലത്തത് ബുർദയിലില്ല. കാരണം ബുർദ എഴുതിയ മുഹമ്മദ് ബിൻ സഈദ് അൽ ബുസീരി അക്കാലത്തൊരു സാധാരണ പണ്ഡിതനാണ്. അതേസമയം ഇബ്രാഹിം നിയാസിനെ പോലെ ഒരു മഹാൻ 20-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിലുണ്ടാവില്ല. അത്രയും മഹാനാണ് ഇബ്രാഹിം നിയാസ്. അല്ലാഹു അവരെ ഹദറത്തിലേക്ക് അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഞങ്ങളുടെ ഫാത്തിഹ നീ കബൂലാക്കണമേ റബ്ബേ. ഞങ്ങളുടെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ, അവിടുത്തെ എല്ലാ മദ്ഹിയങ്ങൾക്കും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മഹാനായ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കൗലഖി തങ്ങളെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഞങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിക്കുക. ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ പരിഹരിക്കുകയും വിഷമങ്ങൾ നീ തീർക്കുകയും ഞങ്ങളെല്ലാം നിലക്കും നീ വിജയിപ്പിക്കുകയും ചെയ്യണം. ഉഖ്ബിറുഹു, എന്നിട്ട് ആ മണ്ണ് എൻ്റെ കബളിൽ വെച്ചിട്ട് ഉഖ്ബിറുഹു, നബിയോട് പറയണം, മാ ഖദ് ലഖീതു, ഞാൻ അഭിമുഖീകരിച്ചതെല്ലാം മിനൽ അസാ, വേദനയാൽ. ആഖിർ സമാൻ ജീവിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യന് വേദനകളുണ്ടാകുക. ആർക്ക് വേദന ഉണ്ടാവും? മുഅ്മിനായ മനുഷ്യന് വേദന ഉണ്ടാവും. മുഅ്മിനായ മനുഷ്യന് ആഖിർ സമാൻ വേദന തന്നെ ഉണ്ടാവുള്ളൂ. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അവൻ ഉരുകിത്തീരും. എന്തുകൊണ്ട്? മുൻകറാത്തായ കാര്യങ്ങൾ അവൻ നേരിട്ട് കാണും. ഫലാ യസ്തതീഉ അൻ യുഗയ്യിറഹു, അതിനെ തിരുത്താൻ അവനോട്ട് കഴിയില്ല. അതായത് ഒരു മുഅ്മിനായ മനുഷ്യൻ അവസാന കാലത്ത് ജീവിക്കുമ്പോൾ അവൻ പലതും കാണും. അവനങ്ങോട്ട് ഉരുകും. പക്ഷേ ഫലാ യസ്തതീഉ അൻ യുഗയ്യിറഹു, അതിനെ തിരുത്താൻ അവന് ഒരിക്കലും കഴിയില്ല. കണ്ണുള്ള മനുഷ്യന്, ചെവിയുള്ള മനുഷ്യനും ഇന്ന് ഉരുകണ കാലമാണ്. കാരണം എവിടെയും ഉരുകേണ്ടതാണ്, എല്ലായിടത്തും. തീർത്താൽ തീരാ തിന്മകൾ ചുറ്റും നിന്ന് തിമർക്കെ കണ്ണടയാത്തൊരു ദീർഘായുസ്സും ദീപ്ത മനസ്സും സ്നേഹവും ഒക്കെ നമുക്കൊരു ശാപം എന്നൊരു കവി പറഞ്ഞിട്ടുണ്ട്. ഉള്ളൂരാണെന്നാണ് എൻ്റെ ഓർമ്മയെന്നാണ്. ചിലപ്പോൾ അത് ഉള്ളൂരാകാനും സാധ്യതയുണ്ട്. അങ്ങനത്തെ കരിവരികളൊക്കെ ഏകദേശം ഉള്ളൂരിൻ്റെതാണ്. ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ കവിതയാണത്. തീർത്താൽ തീരാ തിന്മകൾ ചുറ്റും നിന്നു തിമർക്കെ കണ്ണടയാത്തൊരു ദീർഘായുസ്സും ദീപ്ത മനസ്സും സ്നേഹവുമൊക്കെ നമുക്കൊരു ശാപം എന്നാണ് കവി പറഞ്ഞത്. തീർത്താൽ തീരാ തിന്മകൾ നാടാകെ തിന്മകളാണ്. തീർത്താൽ തീരാ തിന്മകൾ ചുറ്റും നിന്നു തിമർക്കെ, അത് തിമർക്കണം. അപ്പോൾ കണ്ണടയാത്തൊരു ദീർഘായുസ്സും ദീപ്ത മനസ്സും പ്രകാശമുള്ള ഒരു മനസ്സും കണ്ണടയാത്ത ഒരു ജീവിതവും ഒരു ജീവനും സ്നേഹവും ഒക്കെ നമുക്ക് ശാപമായി മാറും. അപ്പോൾ പിന്നെ ജീവിക്കൽ ശാപമായിരിക്കും. കാരണം ഫലാ യസ്തതീഉ അൻ യുഗയ്യിറഹു, അവിടെ കൊണ്ടുവച്ചാൽ ഈ തിന്മകളെ തിരുത്താൻ ഈ വ്യക്തിക്കോട്ട് കഴിയില്ല. പിന്നെ നിന്ന് ഉരുകിയിരിക്കും. അതാണ് മിനൽ അസാ, അല്ലാതെ പരിയിൽ അരി വാങ്ങാനില്ലാത്തതല്ല. മനസ്സിലാവേണ്ട പറഞ്ഞത്? അരി വാങ്ങാത്ത പ്രശ്നമൊന്നും കവികൾക്കുണ്ടാവില്ല. ഇന്നലിൽ മുഅ്മിനി നൂറൻ ഫിൽ വജ്ഹി വലിയ നൂറൻ ഫിൽ ഖൽബി വലിയ ഫിൽ വജ്ഹി വസഅതൻ ഫിൽ റിസ്ഖി വമഹബ്ബതൻ ഫി ഖുലൂബിൻ നാസ്. ഒരു മുഅ്മിനായ മനുഷ്യൻ 4 ഗുണങ്ങളുണ്ടാവും. നൂറൽ ഫിൽ ഖൽബി, ഹൃദയത്തിൽ പ്രകാശം ഉണ്ടാവും. വലിയാഉം ഫിൽ വജ്ഹി, മുഖത്തൊരു പ്രസന്നത ഉണ്ടാവും. വസഅതൻ ഫിൽ റിസ്ഖി, റിസ്ഖിൽ വിശാലത ഉണ്ടാവും. വമഹബ്ബതൻ ഫിൽ ഖുലൂബിൻ നാസ്, ജനഹൃദയങ്ങളിൽ അയാളെക്കുറിച്ച് സ്നേഹമുണ്ടാവും. സഅതൻ ഫിൽ റിസ്ഖ് എന്ന് പറഞ്ഞാൽ
സഅത്തും റിസ്ക് എന്ന് പറഞ്ഞാൽ വീട്ടിലിങ്ങനെ വാരിക്കോരി എന്നല്ല, വാരിക്കോരി വീട്ടിലുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. അവർക്ക് ക്ഷമിക്കാൻ കഴിയാത്ത ദാരിദ്ര്യം ഉണ്ടാവില്ല. ഇന്ന് വേണ്ട, ഇന്നലെ കഴിച്ചതിനപ്പം അൽഹംദുലില്ലാ, ഇന്ന് അന്ന് വേണ്ട, അങ്ങനത്തെ ദാരിദ്ര്യം ഉണ്ടാവുള്ളൂ. ഇന്നൊരു മുറുക്ക് വെള്ളം കിട്ടിയില്ലല്ലോ എന്ന് അയൽവാസികളോടൊക്കെ പറയേണ്ട ഒരു ദുഃഖം ഉണ്ടാവില്ല. നാളെ പിന്നെ കഞ്ഞി വെക്കണം, അതിന് രാവിലെ അരി കിട്ടുകയും ചെയ്തു. അതാണ് സഅത്തും റിസ്ക്. മനസ്സിലാണ്ട് പറഞ്ഞത് വളരെ ചിന്തിക്കണം. ദുനിയാവ് ഉണ്ടാകും എന്നാൽ ദുനിയാവ് ഉണ്ടാവില്ല, ദുനിയാവുണ്ടാകും ദുനിയാവുണ്ടാവില്ല, ദുനിയാവുണ്ടാവും ദുനിയാവുണ്ടാവില്ല. ഒരാൾ ഒരു മഹാനെ കാണാൻ വേണ്ടി യാത്ര പോയി. അന്ന് പോകുന്ന വഴിക്ക് ഒരാൾ ഒരു മഹാനെ കാണാൻ വേണ്ടി യാത്ര പോയി. അങ്ങനെ പോകുന്ന വഴിക്ക് എന്തുണ്ടായി? പോകുന്ന വഴിക്ക് ഒരു കടൽക്കരയിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പം അയാൾ ഒരു സൂഫിയ. അപ്പം അയാൾ കയ്യിൽ ഒന്നുമില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, ഒന്നുമില്ല. അപ്പം ഇയാൾ ഈ യാത്ര, അതായത് ഒരു നല്ല മനുഷ്യൻ ഒരു മഹാനെ കാണാൻ പോയി. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഒരു സൂഫിയെ കണ്ടു. അപ്പോൾ സൂഫിയെ കണ്ടപ്പോൾ സൂഫിക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല. അപ്പോൾ ഇയാളോട് ചോദിച്ചു, എങ്ങനെ നിങ്ങൾ ജീവിക്കണം? അപ്പോൾ പറഞ്ഞു, ഞാൻ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ മീൻ പിടിക്കാൻ ഇറങ്ങും ഈ വെള്ളത്തിലേക്ക്. അപ്പോൾ എനിക്കൊരു മീൻ കിട്ടും എല്ലാ ദിവസവും. ആ മീനിനെ ചുട്ട് എന്നിട്ട് അങ്ങനെയാണ് കഴിഞ്ഞു വിടുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളുടെ സുഹൃത്ത് നല്ല ഉഷാറിലിരിക്കണം, നല്ല ഉഷാറിലിരുന്നാലേ ഇത് പറയുള്ളൂ. അങ്ങനെ കിതാബ് നോക്കുമ്പോൾ കാണുന്ന ചില ചരിത്രങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ ഉള്ളതാണ്. ഒരാൾ എവിടെയുള്ളതെന്ന് ചോദിച്ചാൽ അപ്പോൾ കാണിച്ചു കൊടുക്കാൻ കഴിയും. കിതാബില്ലാത്തൊരു വർത്തമാനം പറയില്ല. ഒരു സൂഫിയാക്കളെ കഥകളുള്ള കിതാബുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് സുഹൃത്തിൻ്റെ കിതാബൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ചില സത്യങ്ങളാണ്. മനുഷ്യൻ മനസ്സിലാക്കുന്നതല്ല ശരി, മനുഷ്യൻ മനസ്സിലാക്കാത്തതാണ്. മനുഷ്യൻ ഒന്നും യഥാർത്ഥം മനസ്സിലാക്കണില്ല. അതായത് ചിന്തിക്കണം. ഒരു സ്വാലിഹായ മനുഷ്യൻ ഒരു സൂഫിയെ കാണാൻ പോവുകയാണ്. അങ്ങനെ സൂഫിയെ കാണാൻ പോകുന്ന വഴിയിൽ കടൽക്കരയിൽ ഒരു സാഹിദായ ജീവിത പരിത്യാഗിയായ ഭൗതിക പരിത്യാഗിയായ ഒരു പാറ്റ സൂഫിയായ മനുഷ്യനെ കണ്ടു. മനസ്സിലായില്ലേ? അങ്ങനെ കണ്ടപ്പോൾ അയാൾക്കൊന്നുമില്ല, അയാളുടെ കയ്യിലൊന്നുമില്ല, പിന്നെ ഭക്ഷണമില്ല, വെള്ളമില്ല, ഒന്നും. അപ്പം ഇങ്ങനെ ഞങ്ങൾ കഴിഞ്ഞു വിടുന്നു. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും കടലിൽ ഇറങ്ങിയാൽ ഒരു മീൻ കിട്ടും, അതിനെ ഞാൻ ചുട്ട് തിന്നും, അങ്ങനെയാണ് ജീവിക്കണമെന്നാണ് ഒറ്റ. അപ്പോൾ ഇയാൾക്ക് ഒരു വിഷമം തോന്നി, ഒരു മീൻ ചുട്ട് തിന്നിട്ടാണല്ലോ ഒരു മനുഷ്യൻ ദിവസം ജീവിക്കുന്നത്. അപ്പോൾ വലിയ സൂഫി തന്നെ. അപ്പോൾ ആ കടൽക്കരയുള്ള ആൾ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ എടുക്കുക? അപ്പോൾ ഞാൻ ഇന്നാലിന്ന ഷെയ്ഖുൽ മശായിഖിനെ കാണാൻ വേണ്ടി പോകുന്നതാണ്, അപ്പം എന്നാൽ എനിക്കും വേണ്ടി ഒന്ന് ദ്വാരക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പോയി. അയാൾ ചെന്ന് ആ ഷെയ്ഖുൽ മശായിഖിനെ അടുത്ത് ചെന്നപ്പോൾ ഈ ഷെയ്ഖുൽ മശായിഖ് അവിടെ ഇല്ല. എവിടെ ഷെയ്ഖ് എവിടെ പോയി ചോദിച്ചു. അദ്ദേഹം രാജാവിൻ്റെ അടുത്ത് പോയതാണെന്നാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് രാജാവിൻ്റെ അടുത്ത് നിന്ന് വന്നു നോക്കുമ്പോൾ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതിനും റാത്ത്, അങ്ങനത്തെ ഭക്ഷണം ഭയങ്കര ഭക്ഷണം, ഇവിടെ സൂപ്പർ നിറയെ ഭക്ഷണം. അങ്ങനെ നല്ല ബെഡ് സൗകര്യമൊക്കെ ഇയാൾക്ക് കിട്ടി. കുറച്ച് കഴിഞ്ഞിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഭക്ഷണം വന്നു. അത് ആദ്യത്തെ ഭക്ഷണത്തെക്കാളും നല്ല ഭക്ഷണമാണ്. അങ്ങനെ നല്ല ഭക്ഷണം, സുഭിക്ഷതയും എല്ലാം ഭയങ്കര ഭക്ഷണം. കുറച്ച് ദിവസങ്ങൾ ഈ മഹാൻ്റെ അടുത്ത് താമസിച്ചു. അപ്പോൾ ഈ ദേഷ്യം തോന്നി. ആരോട്? മഹാനോട്. ഞാൻ ആ വഴിക്ക് വന്നപ്പോൾ കണ്ട അയാളെത്ര നല്ല മനുഷ്യനാണ്, അയാളാകെ ഒരു പരളി ചുട്ടും കണ്ടാണ് ജയിക്കുന്നത്. ഇയാൾ ഞാൻ വന്നപ്പോൾ തന്നെ പെടല്ല, രാജാവിൻ്റെ അടുത്ത് പോയിക്കാണ്. ഇയാളാണ് ഷെയ്ഖുൽ മശായിഖ്. ഇയാൾക്കകട്ടെ കിട്ടുന്ന ഇയാളെ വീട്ടിലുള്ള ഭക്ഷണത്തിനും വിഭവത്തിനും കയ്യും കണക്കും ഇല്ല. അങ്ങനെ കുറച്ച് ദിവസം ഏതായാലും ഇയാളെ കാണാൻ വന്ന് താമസിക്കല്ലെന്ന് ജീവിക്കല്ലെന്ന് ചോദിച്ചാൽ അയാളെ കൂടെ ജീവിച്ച് പിന്നെ തിരിച്ചു പോരാൻ ഒരുങ്ങിയപ്പോൾ പിന്നെ ഷെയ്ഖുൽ മശായിഖ് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും വല്ല കാര്യങ്ങളും എന്നോട് പറയാണ്ടോന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ വരുന്ന വഴിക്ക് ഒരു സൂഫിയെ കണ്ടിരുന്നു, അപ്പോൾ അയാൾക്ക് വേണ്ടി ദ്വാരക്കങ്ങളോട് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, എല്ലാവരും വിളിച്ചു കൂട്ടി, ഇവനോട് ഒരാൾ ദ്വാർക്കാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അയാൾക്ക് വേണ്ടി നമുക്കൊന്ന് ദ്വാർക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും വിളിച്ചു കൂട്ടി. ഞാൻ ദ്വാർക്കും നിങ്ങൾ ആമീൻ പറയണേന്ന് പറഞ്ഞ് ഇയാൾ ദ്വാർന്നു. എന്തെന്ന്? അല്ലാഹുമ്മ അസിൽ ഹുബ്ബദ് ദുനിയാ മിൻ ഖൽബി ദാലിക്കൽ റജുൽ, പഠിച്ചവനെ ദുനിയാവിനോടുള്ള പ്രേമം ഓൻ്റെ കൽബിന്ന് എടുത്തു കളയണേ എന്നാണ് ഇയാൾ ദ്വാർന്നത്. മനസ്സിലായില്ല? ഭയങ്കര രസമാണ് പറഞ്ഞാൽ, മനസ്സിലായില്ലേ? സൂഫിയായ ഈ ഷെയ്ഖുൽ മശായിഖിന് അവസാനം തിരിച്ചു പോരാൻ ഈ വിരുന്നുകാരൻ ഈ നാട്ടിൽ കാണാൻ പോയി ചെന്ന ഈ മനുഷ്യൻ തിരിച്ചു പോരുന്ന ദിവസം ഈ ഷെയ്ഖുൽ മശായിഖ് ഇയാളോട് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോന്ന്. അപ്പോൾ പറഞ്ഞു, എനിക്ക് എൻ്റെ കാര്യമൊന്നും പറയാനില്ല, ഞാൻ വരുന്ന വഴിക്ക് ഒരു സൂഫിയായ മനുഷ്യനെ കണ്ടിരുന്നു, അയാൾ നിങ്ങളോട് അയാൾക്ക് വേണ്ടി ഒന്ന് ദ്വാരക്കാൻ പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇവനെ ഒരാളും ഇവനോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവരും വരുന്നതാണ്. എല്ലാവരും അവിടെയുള്ള എല്ലാവരെയും വിളിച്ചു കൂട്ടി ദ്വാരുന്നു. എന്താ ദ്വാരുന്നത്? അല്ലാഹുമ്മ അസിൽ ഹുബ്ബദ് ദുനിയാ മിൻ ഖൽബി ദാലിക റജുൽ. അല്ലാഹ്, ഇവൻ പോരണ വഴിക്ക് കണ്ട ആ ഒരുത്തണ്ടല്ലോ, ഓൻ്റെ കൽബിന്ന് ഹുബ്ബുദ് ദുനിയ, ദുനിയാവിനോടുള്ള പ്രേമം നീ നീക്കിക്കളയണം പഠിച്ചോനെ, ഓനെ ചൊന്ന് നന്നാക്കി കൊടുക്കണേ എന്നാണ് ഫതഹയ്യറ. ഇതെല്ലാം കൂടി കണ്ടപ്പോൾ ഇയാൾക്ക് പിന്നെയും പിരാന്തായി. കാരണം ദുനിയാവുള്ളത് ആരെടുത്താണ്? ഇയാൾ ദുനിയാവേ ഉള്ളു. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ വലിയ വലിയ മഹാന്മാരല്ലേ, ഓരോടിപ്പം തട്ടുത്തരം പറയാൻ പാടില്ല. മനസ്സ് ആകെ മുതഹയ്യറായി തിരിച്ചു എന്ത് വെച്ചാൽ അവിടെ എത്തിയപ്പോൾ പിന്നെ ആ കടൽക്കരയിലെ സൂഫി അവിടെ തന്നെ ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് അർപ്പിച്ചില്ല, ചോദിച്ചു. അത് അർപ്പിച്ചു, അൽഹംദുലില്ലാഹ്, അതിൻ്റെ ഫലം എനിക്ക് കിട്ടിയാണ്. അപ്പം അതിനും വലിയ അത്ഭുതം. എന്ത് ചോദിച്ചു? എൻ്റെ കൽബിൽ കുറച്ച് ദുനിയാവ് ഉണ്ടായിരുന്നു, പക്ഷെ അത് മൂപ്പര് എന്നെ ദ്വാർന്നു വെച്ചു. ആ സമയവും കൃത്യതയൊക്കെ മനസ്സിലാക്കിയ പറഞ്ഞു, ആ സെക്കൻഡിലാണ് എൻ്റെ കൽബിൽ നിന്ന് ദുനിയാവുള്ള പ്രേമം പോയത്. അപ്പം എന്താണ് നിങ്ങൾക്ക് ദുനിയാവിനോടുള്ള പ്രേമം, നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ എന്നും മീൻ പിടിക്കാൻ ഇറങ്ങുമ്പോൾ ഞാൻ എന്ത് വിചാരിക്കും, പഠിച്ചോനെ ഇന്നലത്തെക്കാളും വലിയൊരു മീൻ കിട്ടിയെങ്കിൽ, ഇന്നലത്തെ മീൻ പോരാ, ഇന്നലത്തെക്കാളും വലിയൊരു മീൻ കിട്ടിയെങ്കിൽ എന്ന് ഞാൻ കൊതിക്കാത്തൊരു ദിവസവും ഇല്ല. അത് ആ ദിവസം എൻ്റെ കൽബിൽ നിന്നാണ് പോയി. അതിപ്പം എൻ്റെ കൽബിൽ മീൻ കിട്ടിയാലും വേണ്ടില്ല, കിട്ടിയില്ല വേണ്ടില്ല. അപ്പോൾ അയാൾ ചോദിച്ചു, അയാൾ പറഞ്ഞ ദുനിയാവിൻ്റെ നടുവില്ല, നിങ്ങൾ പറഞ്ഞ സൂഫിയാണ്, എന്നിട്ട് നിങ്ങളെന്തേ അയാളെപ്പോഴും മഹാനാക്കണം? അപ്പോൾ പറഞ്ഞു, രണ്ട് തരം ആളുകളുണ്ട്. ചില ആളുകളുടെ കൽബിൽ ദുനിയാവുണ്ടാവും, ചില ആളുകളെ കയ്യിൽ ദുനിയാവുണ്ടാവും. കല്ലിൽ ദുനിയാവുള്ളവൻ ആഖിറത്തിൻ്റെ ആളും, കൽബിൽ ദുനിയാവുള്ളവൻ ദുനിയാവിൻ്റെ ആളുമാണ്. ഇതാണ് പാഠം, ഭയങ്കര പാഠമാണ്. മനസ്സിലായോ പറഞ്ഞത്? കയ്യിൽ ദുനിയാവുണ്ടായതുകൊണ്ട് ഒരു പ്രശ്നമില്ല, കൽബിൽ ദുനിയാവുണ്ടാവുള്ള പ്രശ്നമുള്ളൂ. അള്ളാഹു നീക്കാൻ പറഞ്ഞത് എവിടുന്നാണ്? കൽബെന്നാ ദുനിയാവ്. റബ്ബ് ദുനിയാ, ദുനിയാവിനുള്ള പ്രേമം നിന്റെ കൽബെന്ന് നീക്കലാണ്, ദുനിയാവ് നീക്കലല്ല. നീ പരിത്യാഗിയാവുക. എന്നാൽ സമ്പത്തിനോടുള്ള നിന്റെ ഹൃദയബന്ധം വർജിക്കലാണ്. ലാ ഫഖ്ദുല്ലഹു, സമ്പത്ത് വർജിക്കലല്ല. മുതലുണ്ടാകൽ പ്രശ്നമല്ല, മുതലിനോടുള്ള കൊതി എവിടെ ഉണ്ടാകരുത്? കൽബിലുണ്ടാകരുത്. അപ്പോൾ ദുനിയാവില്ലാത്തവൻ ആഖിറത്തിൻ്റെ ദുനിയാവിൻ്റെ ആളായിരിക്കും. ചിലപ്പോൾ ദുനിയാവുള്ളവൻ ആഖിറത്തിൻ്റെ ആളായിരിക്കും. അവൻ്റെ കയ്യിൽ ദുനിയാവുണ്ടാവും, കൽബിൽ ദുനിയാവുണ്ടാവില്ല. നമ്മളെപ്പോലത്തെ ഒരു കയ്യിൽ ദുനിയാവില്ല, കൽബ് നിറച്ച് ദുനിയാവാം. ഈ കയ്യിൽ ദുനിയാവില്ലാതെ കൽബിൽ ദുനിയാവ് കൊണ്ട് നടക്കുന്നവനെ നമ്മൾ എന്ത് പറയും? കയ്യിൽ ദുനിയാവില്ല, കൽബിൽ ദുനിയാവും കൊണ്ട് നടക്കുന്ന ഈ ഹമുക്കിനെ നമ്മൾ സൂഫി എന്നറിയും. കൽബിൽ ദുനിയാവില്ല, കയ്യിൽ പള്ള നിറച്ച ദുനിയാവുണ്ടായ ഇവനെ നമ്മൾ ഹമുക്കെന്നും പറയും. നേരെ തിരിച്ച, ദുനിയാവ് പോകണ്ട എവിടുന്ന? കയ്യെന്നല്ല. ലാ ഫഖ്ദുൻ ലഹു, സമ്പത്തിനെ വർജിക്കലല്ല, സമ്പത്തിനോടുള്ള പ്രേമം കൽബിൽ നിന്ന് വർജിക്കലാണ്
തസൂഫ്. അതാണ് സൂഫിസം. മനസ്സിലായില്ല? സൂഫിസം എന്നാൽ സമ്പത്ത് വർജിക്കലല്ല, സമ്പത്തിനോടുള്ള അത്യാർത്തിയെ പറ കുട്ടി കൽബെന്ന് വർജിക്കലാണ്. മനസ്സിലാവണം നിങ്ങൾക്ക് പറഞ്ഞു? അതായത് കിട്ടണം കിട്ടിയ ഇപ്പോൾ അയാളൊരാർത്തി, അയാളിപ്പോൾ ഒരാർത്തിയാണല്ലോ. നിലത്തെ കിട്ടിയ പരലാണ് കിട്ടിയത്. അപ്പോൾ അയാൾക്ക് ദിവസം ഒരു പരലിനെ കിട്ടും അവിടുന്ന്, അത് ചുട്ടൊന്ന് കഴിഞ്ഞോടും. അപ്പോൾ അയാൾക്ക് പൂതിയാണ് എന്ത്, ഒരു വലിയ മീൻ കിട്ടിയെങ്കിൽ. കിട്ടണില്ല. മറ്റേയാൾക്ക് മീനും ഇറച്ചിയും പള്ള നിറച്ചാണ്. പക്ഷെ അതേ സമയത്ത് അയാൾക്കും ഒരു ബന്ധമില്ല. അയാളെ കയ്യിലാണ് ദുനിയാവ്, എവിടെയല്ല, കൽബിലല്ല. മറ്റേ ആളെ സൂഫിൻ്റെ കൽബിലാണ് ദുനിയാവ്, എന്തിലല്ല, കയ്യിലല്ല. കയ്യിൽ ദുനിയാവില്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾ വിചാരിക്കണ്ട. ഈ വളരെ വലിയ പാടാണത്. മനുഷ്യന്മാർ നേരെ എതിരെ മനസ്സിലാക്കുക. മനസ്സിലാവേണ്ട കുട്ടികൾ ഇത് വളരെ ചിന്തിക്കുക. അവൾ ഭയങ്കര പാടാ. നമ്മൾ നേരെ എതിരെ മനസ്സിലാക്കുക. ഒരു മുഴിഞ്ഞ കുപ്പായിട്ട് നടക്കണോനെ ഓൻ നമ്മൾ സൂഫി മനസ്സിലാക്കും, ഓൻ കള്ളനിരിക്കും. അതേ സമയത്ത് ഇത് ഓരോ നേരം അലക്കി തേച്ച് സ്ഥിരിട്ട് നടക്കുന്നവൻ അങ്ങനെ നടക്കും. പക്ഷെ അവൻ്റെ കൽബിൽ അള്ളാഹ് മാത്രമേ ഇരിക്കും. അവൻ്റെ കൽബിൽ ദുനിയാവെന്ന സാധനം ഉണ്ടാകുന്നില്ല. ഈ മുഴിഞ്ഞ കുപ്പായിട്ട് നടക്കണവൻ രാജാവ് ഒരു തെറ്റ് ചെയ്താൽ ഒരു വർത്തമാനം പറയില്ല. എന്തുകൊണ്ട്? ഇവന് കിട്ടുമെന്ന പ്രതീക്ഷ കാണും. എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അയാൾക്ക് നല്ല കിട്ടാള്. അപ്പോൾ ഓന് പറയുന്ന എതിര് പറയണ്ട. നേരെ മറിച്ച് മറ്റൊരുത്തനുണ്ട്, ഓൻ്റെ കൈ നിറച്ച ദുനിയാവുണ്ട്. അതേസമയത്ത് രാജാവിന് ദോഷം പറഞ്ഞാൽ അത് തോന്നിയാസാന്ന് പറയും. അത് രാജാവ് ഇയാൾക്ക് വലിയ നഷ്ടം വരുത്തിയേക്കും. അത് അയാൾക്ക് പ്രശ്നമില്ല. ദുനിയാവ് നഷ്ടപ്പെട്ട അയാൾക്കൊരു വിഷമമില്ല. ഇന്ന് നമ്മളെ നാട്ടിൽ നടക്കുന്ന തിന്മകളുടെ മുഴുവൻ അടിസ്ഥാനം അതാണ്. എന്ത്? പറയേണ്ടവർ പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കുക. എന്തിനാണ് പറയാതിരിക്കുന്നത്? ഇവർക്ക് നഷ്ടം ഉണ്ടാവുന്നൊരു പേടിക്കാണ്. എന്ത് നഷ്ടടോ, എന്ത് നഷ്ടമാണ് മുഅ്മിനായ മനുഷ്യന് അജബല്ലി അംരിൽ മുഅ്മിനി ഫഇന്നൽ അംറ കുല്ലഹു ലഹു. മുഅ്മിനായ മനുഷ്യൻ്റെ കാര്യം അത്ഭുതമാണ്, എല്ലാം അവന് ലാഭമാണ്. ഇദാ മസ്സതുഹു ശക്കറ ഇദാ മസ്സതുഹു സറഉ ശക്കറ ഫഹുവ ഖൈറുൻ ലഹു വഇദാ മസ്സതുഹു ളറഉ സബറ ഫഹുവ ഖൈറുൻ. സന്തോഷവും സമൃദ്ധിയും ഉണ്ടായാൽ അവൻ നന്ദി ചെയ്യും, അതവന് ഖൈറായിരിക്കും. വഇദാ മസ്സതുഹു ളറ, പ്രാരാബ്ദവും വിഷമവും ഇല്ലായ്മയും വന്നാലോ സബറ, അവൻ ക്ഷമിക്കും, ഫഹുവ ഖൈറുൻ ലഹു, അതവന് ഖൈറായിരിക്കും. അജബല്ലി അംരിൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യൻ്റെ കാര്യം വലിയ അത്ഭുതമാണ്. ഫഇന്നൽ അംറ കുല്ലഹു ലഹു, എല്ലാ കാര്യവും അവന് ലാഭമായിരിക്കും. എന്നാണ് മുഅ്മിൻ. അയ്യുൽ ജിഹാദി അഫ്ളലു യാ റസൂലല്ലാഹ്, ഏറ്റവും വലിയ യുദ്ധം ഏതാണ് നബിയെ എന്ന് ചോദിക്കപ്പെട്ടു പുണ്യ റസൂലിനോട്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലുൽ ജിഹാദി കലിമത്തു ഹഖ് ഇൻദ സുൽത്താനിൻ ജായിർ. ഒരു ഉന്നതൻ്റെ മുഖത്ത് നോക്കിയിട്ട് നേര് പറയലാണ്. അത് ശരിയല്ല, നിങ്ങളെ പറഞ്ഞാൽ ശരിയല്ല. അപ്പോൾ ഭയങ്കര നഷ്ടം ഉണ്ടാക്കും ഇയാൾക്ക്. അയാൾക്ക് പ്രശ്നമല്ല. എന്ത് നഷ്ടം? എന്താ മുഅ്മിനായ മനുഷ്യൻ നഷ്ടമില്ല. എന്ത് നഷ്ടം ഉണ്ടായാലെന്ത്? നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, ആ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ തെറ്റുകൾ കീഴ്വഴക്കമാവുകയും ഉമ്മത്ത് നശിക്കുകയും ചെയ്യും. അത് തെറ്റാന്ന് പറയാൻ എന്താണ്? പറയാൻ എല്ലാവർക്കും അറിയാം തെറ്റാണ്. പറഞ്ഞത് തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ പറയില്ല. പറഞ്ഞാലും അവർക്ക് നഷ്ടം ഉണ്ടാവും. വലിയൊരു തെറ്റ് പറഞ്ഞാലും തെറ്റന്നെ. വലിയൊരു തെറ്റ് പറഞ്ഞാലാണത് വലിയ തെറ്റ്. എന്തുകൊണ്ട്? ആ തെറ്റിനെ പിന്നെ ജനം അനുധാവനം ചെയ്യും. അത് പറഞ്ഞാൽ എന്താ പ്രശ്നം? പറഞ്ഞാൽ നമുക്ക് നഷ്ടം പോയിക്കും. അപ്പോൾ അവൻ നിസ്കരിക്കും, നോമ്പ് വെൽക്കും. അവർ നെഞ്ചത്തേക്ക് നമ്മുടെ 25 ആയത്തുൽ കുർസി ഓതി നിസ്കാരം കഴിഞ്ഞാൽ ഊതും. അതിലൊക്കെ എന്ത് ചങ്ങായി കാര്യം? 25 ആയത്തുൽ കുർസി 33 ആയത്തുൽ കുർസി നെഞ്ഞത്ത് കൂതിയിട്ട് എന്ത് ഓലക്കേടാ നിനക്ക് കിട്ടാനുള്ളത്? അതാണ് ദീന്. എന്താ ദീന്? ദീൻ എന്നാൽ കലിമത്തു ഹഖിൻ ഇൻദ സുൽത്താനിൻ ജായിർ. ഒരു തോന്നിയാസം പറയുമ്പോഴും ശരിയല്ലാത്തൊരു വാക്ക് നേതാവ് പറയുമ്പോൾ അത് ശരിയല്ല എന്ന് പറയാനുള്ള നിൻ്റെ ആർജവും, അതാണ് ദീന്.
ആ ഒരു വാക്കിന് 10,000 ആയത്തുൽ കുർസിൻ്റെ വേറെ ശക്തിയാണ്. എന്തുകൊണ്ട്? ആ വാക്ക് അവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ ജനം പിഴക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതിൻ്റെ ഇത്രേ ഞാൻ ഇപ്പം പറയുന്നുള്ളൂ, ഇനിയും പറയും. അതിപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. ഞാൻ 2-3-4 ആഴ്ച മുമ്പ് ആക്കാൻ തീരുമാനിച്ചതാണ്. അതുകൊണ്ടാണ് പറയാം. ഞാൻ പറയുന്ന നിർത്തി ആരും വിചാരിക്കണ്ട. എനിക്ക് അള്ളാൻ്റെ നിന്ന് കൂലിട്ട് എൻ്റെ ആവശ്യം ഈ ലോകാട്ടി പറഞ്ഞാൽ എനിക്ക് വിഷയമല്ല. അള്ളാഹു നിറച്ചു കൊടുത്തൊരു മനുഷ്യൻ എന്ത് പേടിയാണ്. അള്ളാഹു നിറച്ചെന്ന് വെച്ചാൽ ഞാൻ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സമാനിൽ നിറച്ചെന്നൊരു മനുഷ്യനാണ് ഞാൻ. ഒരു കമ്മിയില്ല. പിന്നെ എനിക്കെന്താ? എൻ്റെ റബ്ബിൻ്റെ തൗഫീഖാണ്. ഒരു നഷ്ടം എന്നെ ബാധിക്കില്ല, ആർക്കും എന്നെ നഷ്ടപ്പെടുത്താനും കഴിയില്ല. ഇൻഷാ അല്ലാഹ് എൻ്റെ റബ്ബിൻ്റെ സഹായത്താൽ നഷ്ടം ഞാൻ ഭയപ്പെടുന്നില്ല. ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. അപ്പം ഇതന്നെ മനുഷ്യന്. അപ്പം ഇവിടെ എന്തെന്ന് പറയാം, ഇവിടെ ഞാൻ തസൗഫ് പറഞ്ഞപ്പോൾ പറഞ്ഞ സംഗതിയാണ്. തസൗഫ് പറഞ്ഞപ്പോൾ തസൗഫിലേക്ക് എങ്ങനെ എത്തിയെന്ന് എനിക്കറിയില്ല. ഏതായാലും മനസ്സിലായില്ല. ഞാൻ മനുഷ്യൻ തെറ്റാണ് മനസ്സിലാക്കുക. ഇപ്പം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിൽ എന്താണ്, കൊട്ടാരത്തിൻ്റെ ചുമരിലാണ് രത്നം വെക്കണത്. കൊട്ടാരത്തിൻ്റെ ചുമര് നിറച്ച് രത്ന. മനസ്സിലായില്ല? പറ ആർക്ക്? സയ്യിദുന സുലൈമാൻ. അതേ സമയത്ത് ഈ മനുഷ്യൻ സൂഫിയാണ്. അപ്പോൾ എവിടെയാണ് മുതൽ? എവിടെയാണ് മുതൽ? കയ്യിൽ. എവിടെ ഇല്ല? കൽബിൽ. ഒരു നബിക്കും ദുനിയാവ് ഉണ്ടാവില്ല. കാരണം അവർ മഅ്സൂമീങ്ങളല്ലേ. അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ അതിനേക്കാൾ മുനസ്സഹീങ്ങളാണ്. നബിമാർക്ക് കൽബിൽ ദുനിയാവേ ഉണ്ടാവില്ല, കയ്യിലുണ്ടാവും. സയ്യിദുനാ ദാവൂദ് കയ്യിൽ വളർച്ച ദുനിയാവുണ്ട്. സയ്യിദുനാ സുലൈമാൻ വളർച്ച ദുനിയാവുണ്ട്. അള്ളാഹിൻ്റെ ഹബീബിന് ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ ഭാര്യമാരുണ്ട്. നിങ്ങൾ പ്രത്യക്ഷമായ ദുനിയ അത് കാണണ്ട. അത് കയ്യിൽ ദുനിയാവാണ്. കയ്യിൽ ദുനിയാവ് ആർക്കും ഉണ്ടാവാം. ഞാൻ അതിൻ്റെ ലക്ഷ്യം ദുനിയാവുമല്ല, അതിൻ്റെ ലക്ഷ്യം ആഖിറുമാണ്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾ കൈ നോക്കി കണക്കാക്കരുത്. നമ്മൾ കയ്യേക്കാൻ നോക്കുക. കയ്യേക്ക് നോക്കിയിട്ടല്ല കണക്ക് പറയേണ്ടത്, കൽബിലേക്ക് നോക്കുക. കൽബിലേക്ക് നോക്കാനാകട്ടെ. ഇപ്പം നോക്ക്, ദൂരെ നിന്ന് ഒരു മനുഷ്യൻ, അപ്പോൾ ഇയാളാണ് യഥാർത്ഥ വലിയ, മറ്റേയാളല്ല. മറ്റേയാൾ വലിയ മീൻ കിട്ടുമോ നോക്കി വേർക്കുന്ന മനുഷ്യനാണ്. ഇയാൾ എന്ത് ചെയ്തു? ഈ ദുനിയാവിൻ്റെ മുകളിൽ അടയിരിക്കുന്ന ഈ ശൈഖായ മനുഷ്യൻ നിങ്ങൾ എന്തേ പറഞ്ഞു? അന്നാൻ്റെ മനുഷ്യങ്ങൾ ദ്വാർക്കാൻ ഏൽപ്പിച്ചു. അപ്പം എന്താ ദ്വാർന്ന്? അല്ലാഹുമ്മ അസിൽ ഹുബ്ബദ് ദുനിയാ മിൻ ഖൽബിഹി. പഠിച്ചവൻ ഓൻ്റെ കൽബിൽ നിന്ന് ദുനിയാവിനോടുള്ള പ്രേമത്തെ നീ എടുത്തുകളെ. അത് എവിടെയുള്ള ആളാണ്. അതാണ് കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാണുന്നത്. അതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ. നീ ഔലിയാക്കളാ അക്കാലത്ത് ഏറ്റവും വലിയ മൊലാളിയാണ്. അപ്പോൾ ഒരാൾ മൊലാളി ആയതുകൊണ്ട് വലിയാകാതിരിക്കില്ല. ഒരാൾ സാധുവായതുകൊണ്ട് സ്വാലിയാവില്ല. പച്ചപ്പാവാണ്, പച്ച അമുക്കുമായിരിക്കും. കരഞ്ഞിട്ട് മരിച്ചാലും നരകത്തിലാണെങ്കിൽ എന്നാൽ ചിരിച്ചിട്ട് മരിച്ചൂടെ. അങ്ങനെ ഒരു വാക്കുണ്ട്, വയലാറിൻ്റെ ആണ്. 1970കളിലാണ് ആ പാട്ട്. ഒരു 50 കൊല്ലെങ്കിലും ആയി. കരഞ്ഞിട്ട് മരിച്ചാലും നരകത്തിലാണെങ്കിൽ എന്നാൽ ചിരിച്ചിട്ട് മരിച്ചൂടെ. അതൊക്കെ വയലാറിനെ പോലത്തെ വെട്ടിത്തരങ്ങളാണ്. കരയിലും ചിരിക്കലും സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും മാനദണ്ഡം അല്ല. കരഞ്ഞതുകൊണ്ട് സ്വർഗത്തിൽ കിടക്കൂല, ചിരിച്ചുകൊണ്ട് നരകത്തിലും കിടക്കൂല. എന്താ ചിരിച്ചത്? ഒരാൾ ആയുസ്സും ചിരിച്ചാ ചോദിച്ചേ, എന്നിട്ടെന്ത്? എൻ്റെ കൽബിലാരുണ്ട്? അള്ളാഹുണ്ട്. തോന്നിയാസത്തിനാണ് കിട്ടൂല. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായോ? അപ്പം കരയലും ചിരിക്കലും അതൊന്നും മാനദണ്ഡമല്ല, ഒന്നും മാനദണ്ഡമല്ല. കരഞ്ഞതുകൊണ്ട് സ്വർഗത്ത് കിടക്കൂല, ചിരിച്ചുകൊണ്ട് കിടന്നുറങ്ങിയോണ്ട് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് സ്വാലിയാവൂല, തഹജ്ജുദ് നിസ്കരിക്കാത്ത ഉറങ്ങിയോണ്ട് ഫാസിഖും ആവില്ല. ഒരാൾ തഹജ്ജുദേ നിസ്കരിക്കൂല, ഇശ നിസ്കരിച്ചിട്ട് പിന്നെ സുബഹിക്ക് ഭാര്യത്തോടും പണിയിക്കും. അതുവരെ പോത്തുറങ്ങുന്നവരുറങ്ങും, ഓൻ സ്വാലിയായിരിക്കും. തഹജ്ജുദ് നിസ്കരിക്കണം നമുക്കും ഇരിക്കും. അങ്ങനെയും വരും. ഇതൊന്നും മാനദണ്ഡമല്ല. കാരണം അള്ളാഹു നിർബന്ധമാക്കിയിട്ടില്ലല്ലോ. അതിനെന്താ?
അള്ളാഹു നിർബന്ധിക്കിയത് ഹക്കും ബാത്തിലും അനുസരിച്ച് ജീവിക്കാൻ.